സുഖമാണോ? ഹിന്ദിയിൽ സുഖമാണോ എന്ന് ചോദിക്കാൻ പല രീതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രീതികളാണ്, വളരെ കോമൺ ആണ്. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു രണ്ട് ചോദ്യങ്ങളാണ്. ഒന്നാണ് ക്യാ ഹാൽ ഹൈ. ക്യാ ഹാൽ ഹൈ ഭയ്യ, ക്യാ ഹാൽ ഹൈ ഭായ് സാബ്, ക്യാ ഹാൽ ഹൈ, ക്യാ ഹാൽ ഹൈ. ഇതിങ്ങനെയാണ്, ക്യാ ഹാൽ ഹേ ആണ്. ഈ ഹേ ഉണ്ടല്ലോ, അത് ഈ ദിമ ചേർക്കുക, ലാമ കൂട്ടുക. അപ്പോൾ എന്തായി? ക്യാ ഹാൽ ഹൈ, ക്യാ ഹാൽ ഹൈ. ഇനി രണ്ടാമത്തെ രീതിയാണ് ടീക് ഹോ. ടീക് ഹോ ഭയ്യ, ടീക് ഹോ ഭായ് സാബ്, ടീക് ഹോ. അപ്പോൾ ചോദിക്കുമ്പോൾ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നമ്മുടെ മുഖത്തുള്ള ആ ഒരു എക്സ്പ്രഷൻ അത് വരണം, അതോടുകൂടി ചോദിക്കണം. അപ്പോൾ അടിപൊളിയായി. ക്യാ ഹാൽ ഹൈ, ടീക് ഹോ എന്ന് ചോദിക്കാം. ഇനി രണ്ടാമതാണ്, ഇവിടെ കണ്ടോ, ഇവിടെ ഇംഗ്ലീഷിൽ ഇതിൻ്റെ ഉച്ചാരണം കേട്ടോ, ക്യാ ഹാൽ ഹേ അല്ലെങ്കിൽ ടീക് ഹോ. ഇനി അടുത്താണ് എല്ലാം സുഖമാണോ എന്ന് ചോദിക്കും. എന്താണ് എല്ലാം സുഖമാണോ? നമ്മൾ ചോദിക്കൂലേ എല്ലാം ഓക്കെ അല്ലേ, എടാ എല്ലാം ഓക്കെ അല്ലേ, എന്ന് ചോദിക്കൂലേ? ആ ചോദ്യം നമുക്ക് ഇങ്ങനെ ചോദിക്കാം, സബ് ठीक है, सब ठीक है भैया, सब ठीक है भाई साहब, सब ठीक है, सब ठीक है. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സബ് ठीक है എന്ന് പറഞ്ഞാൽ സബ് ठीक है. എന്താണ് ചോദ്യവും അതുപോലെ ഉത്തരവും സെയിമാണ്. എന്താണ് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ വരണം. സബ് ठीक है പറയുമ്പോഴോ സബ് ठीक है, സബ് ठीक है. കേട്ടോ, ഒരു വേർഡ് പോലും എക്സ്ട്രാ ഇല്ല, സെയിം ആണ്. പക്ഷെ ചോദിക്കുമ്പോൾ ആ ഒരു എക്സ്പ്രഷൻ, ചോദിക്കുന്ന രീതി ചോദിക്കുക, സബ് ठीक है. അപ്പോൾ നിങ്ങളെന്ത് പറയാ? സബ് ठीक है. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി അടുത്താണ് മൂന്നാമത്തെ, നിങ്ങളുടെ വിശേഷം പറയൂ. നിങ്ങളുടെ വിശേഷം പറയൂടാ, ആപ് സുനാവോ. ഇത് പറയേണ്ട എപ്പോഴെന്നറിയോ? ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്ത് ക്യാ ഹാൽ ഹൈ. അപ്പോൾ നിങ്ങളോട് പറയാണ് ബഡിയ ഹേ അല്ലെങ്കിൽ സബ് ठीक എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു സബ് ठीक എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ക്യാ ഹാൽ ഹൈ, അപ്പോൾ നിങ്ങൾ പറയാണ് സബ് ठीक है. ആപ് സുനാവോ, ആപ് സുനാവോ. ഇനി നിങ്ങൾ പറയൂ എന്ന് പറയൂലേ. ഇപ്പോൾ നിങ്ങൾ എന്നോട് എൻ്റെ ചോദിക്കണം വിശേഷം, സാർ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു സുഖമാണ്. നിങ്ങൾ പറയൂ. അപ്പോൾ തിരിച്ചു ചോദിക്കണ്ടേ? അപ്പോൾ തിരിച്ച് ചോദിക്കും, ആ ചോദ്യമാണിത്. തിരിച്ച് ചോദിക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണിത്. ആപ് സുനാവോ, ആപ് സുനാവോ, ആപ് സുനാവോ. അല്ലാതെ ഇത് ആദ്യമേ ചോദിക്കരുത്. ഇങ്ങനെ ഒരു ഹിന്ദിക്കാരനെ കാണുമ്പോൾ തന്നെ ആപ് സുനാവോ, ആപ് സുനാവോ എന്നല്ല. ആദ്യം ചെയ്യണം, ചോദിക്കണം. ചോദിച്ചു ക്യാ ഹാൽ ഹൈ, സബ് ठीक है, ആപ് സുനാവോ, ആപ് സുനാവോ. അതാണ്. ഇനി അടുത്തതാണ്, ഇവിടെ ഉണ്ടോ, വേറെ എന്തൊക്കെയുണ്ട്? വേറെ എന്തൊക്കെയുണ്ട് എന്താണ്? ഓർ ബതാവോ, ഓർ ബതാവോ, ഓർ ബതാവോ. നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയും, അവിടെ അങ്ങനെ ഇതായി അങ്ങനെ നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഓർ ബതാവോ, ഓർ ബതാവോ. ഇപ്പോൾ നിങ്ങളോട് ഞാൻ 2-3 കാര്യങ്ങൾക്ക് പറയാം. ഇങ്ങനെ പറഞ്ഞിട്ട് നിർത്തി, ഇത് അങ്ങനെ നടക്കുന്നുണ്ട്, അവിടെ അതാണ് അത് ഇത് അത്. ഓർ ബതാവോ, വേറെ എന്തൊക്കെയുണ്ട്? ഓർ ബതാവോ, വേറെ എന്തൊക്കെയുണ്ട് എന്നായി. ഓക്കെ, ഓർ ബതാവോ. ഇനി അടുത്താണ് പ്രശ്നമില്ല, സാരമില്ലെന്നേ എന്ന് പറയും നമ്മൾ. പ്രശ്നമില്ല അല്ല സാരമില്ല എന്ന് പറയുമ്പോൾ കോയ് ബാത് നഹീ, കോയ് ബാത് നഹീ. എന്താണ് കോയ് ബാത് നഹീ, കോയ് ബാത് നഹീ. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു വിചാരിക്കുക, അപ്പം നീ പറയാം കോയ് ബാത് നഹീ, കോയ് ബാത് നഹീ, കോയ് ബാത് നഹീ, കോയ് ബാത് നഹീ. അപ്പോൾ വീട്ടിൽ പറയാം, കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ കോയ് ബാത് നഹീ, കോയ് ബാത് നഹീ. ഇനി വേണമെങ്കിൽ 2 തവണ പറയാം, ഒരു കുഴപ്പമില്ല. കോയ് ബാത് നഹീ, കോയ് ബാത് നഹീ, കോയ് ബാത് നഹീ, കോയ് ബാത് നഹീ. ഇനി ഇതുപോലെ പ്രശ്നമില്ല അല്ലെങ്കിൽ സാരമില്ല എന്ന് പറയുന്നതിന് വേറൊരു വേർഡ് കൊണ്ട്, അതാണ് കോയ് നഹീ. അങ്ങനെ പറയാറുണ്ട്, കോയ് നഹീ, കോയ് നഹീ. എന്താണ് കോയ് നഹീ, കോയ് നഹീ. അപ്പോൾ രണ്ടും പറയാം. എന്താണ് കോയ് ബാത് നഹീ അല്ലെങ്കിൽ കോയ് നഹീ. ഇനി അടുത്താണ് ശരി എന്ന് പറയുമ്പോൾ ശരി, ടീക് ഹേ. എന്താണ് ടീക് ഹേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഓക്കെ, ടീക് ഹേ, ടീക് ഹേ, ടീക് ഹേ, ടീക് ഹേ, ടീക് ഹേ. ഇനി അത് ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചാലോ, ടീക് ഹേ ചോദ്യമായി. മനസ്സിലായില്ലേ? നമ്മൾ ആ ഒരു ചോദിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ കൊണ്ടുവന്നാൽ അത് ചോദ്യമായി. അങ്ങനെ തന്നെയാണ്. ടീക് ഹേ, ടീക് ഹേ. ചോദ്യവും ഉത്തരവും സെയിം അല്ലേ, ഒന്നാണ്. ടീക് ഹേ, ടീക് ഹേ. ഇനി അടുത്താണ്
ഇവിടെ വേറൊരു പ്രയോഗമുണ്ട്. ഇവിടെ ഉണ്ടോ പോകാം, അല്ല പോകാം, അതുപോലെ ശരി. ഈ ചലോ നമ്മൾ ഒരുപാട് തവണ കേൾക്കാറില്ലേ? ചലോ ചലോ ചലോ. ചലോ എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗത്തിന്, ഈ ഒരു വേർഡിന് രണ്ടർത്ഥമുണ്ട്. ഒന്നാമതാണ് എന്ത്? ചലോ, പോകാം. ചലോ പോലെ ചലോ. ഇപ്പോൾ എല്ലാവരും വന്നിട്ട് പറയാണ് ചലോ പോകാം എന്ന് പറയാണ്. രണ്ടാമത്താണ് എന്തോ ചാലോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശരി എന്ന് പറയേ, ശരി. ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയാണ് അവിടെ അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, അത് ഇതാക്കി, ഇത് മറ്റേതാക്കി, അത് അത്. അപ്പം ഞാൻ പറയാം ചാലോ ചാലോ, ശരി എന്നല്ലേ, ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശരി, ചാലോ. ആ ഒരു അർത്ഥമാണ് ചലോ എന്ന്. ആക്ച്വലി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ചലോ എന്ന് പറഞ്ഞാൽ പോകാം, അല്ലെങ്കിൽ പോകാം എന്നുള്ള അർത്ഥമാണ്, പോകാം. ചാലോ ആയിക്കോട്ടെ, ശരി എന്നുള്ള അർത്ഥമാണ്. ഇതൊക്കെ ഒരു തന്നെ എക്സ്പ്രഷനാണ്. ഇനി അടുത്താണ് എന്ത് ചെയ്യുകയാണ് എന്നുള്ളത്. എന്ത് ചെയ്യുകയാണ് ഇത് നമ്മൾ ശരിക്കും ചോദിക്കല്ല കേട്ടോ, ഇത് ജസ്റ്റ് നമ്മൾ പറയല്ലേ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാം എന്ത് ചെയ്യണേ, എന്താ പരിപാടി. ഇപ്പോൾ ഒരു നമ്മുടെ ഫ്രണ്ട് ആരെങ്കിലും ഇങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അല്ലേ കയറി ചെല്ലുമ്പോൾ പറയില്ല എന്താ പരിപാടി, എന്താ ചെയ്യണേ എന്ന് ചോദിക്കൂലേ. ആ ഒരു എക്സ്പ്രഷനാണ് ക്യാ കർ രഹേ ഹോ, ക്യാ കർ രഹേ ഹോ എന്നാണ്. ഈ ഹോ നമുക്ക് ഇതിമേ ആഡ് ചെയ്യാം. ഇനി ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ക്യാ കർ രഹേ ഹോ പതുക്കെ പറഞ്ഞാൽ മതി. ക്യാ കർ രഹേ ഹോ, എന്താ ചെയ്യണേ, ക്യാ കർ രഹേ ഹോ. അല്ലെങ്കിൽ പെട്ടെന്ന് പറയുമ്പോൾ ക്യാ കറോ, ക്യാ കറോ, അല്ലെങ്കിൽ ക്യാ കർ രഹേ ഹോ. അപ്പം ഈ ഹോ 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 എന്ന് കേട്ടിട്ട് ഇങ്ങനെ 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 തോന്നുന്നു വേണ്ട. ശരിയായ രീതിയാണത്. ശരിയായ രീതിയാണ് ഇത്. കോമൺ ആയിട്ട് സംസാരിക്കുന്ന രീതിയാണ്. ഓക്കെ, ക്യാ കർ രഹേ ഹോ, ക്യാ കർ രഹേ ഹോ, എന്താ ചെയ്യണേ. ഇനി അടുത്താണ് നമ്മൾ വീണ്ടും കാണാന്ന് പറയാം. വീണ്ടും കാണാം അല്ലേ, വീണ്ടും കാണാം. ഫിർ മിൽത്തേ, ഫിർ മിൽത്തേ ഹേ, ഫിർ മിൽത്തേ, ठीक है, ഫിർ മിൽത്തേ, ഫിർ മിൽത്തേ, ഫിർ മിൽത്തേ ഹേ എന്നുവെച്ചാൽ വീണ്ടും കാണാം. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവസാനിച്ച ശേഷം പറയാണ് ഫിർ മിൽത്തേ, ഫിർ മിൽത്തേ, ഫിർ മിൽത്തേ, ഫിർ മിൽത്തേ ഹേ, ഫിർ മിൽത്തേ. ഇനി അടുത്താണ് ശരിക്കുമോ. ശരിക്കും ശരിക്കും എന്നല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. അവിടെയാണെന്ന് പറയാ സച്ച് മേ, സച്ച് മേ, സച്ച് മേ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ശരിക്കും അങ്ങനെ സംഭവിച്ചോ, ശരിക്കും, സച്ച് മേ, സച്ച് മേ, സച്ച് മേ, സച്ച് മേ, സച്ച് മേ, സച്ച് മേ. അപ്പോൾ ശരിക്കും ശരിക്കും എന്നുള്ള ഒരു അർത്ഥമാണ് സച്ച് മേ, സച്ച് മേ. ഓക്കെ, ഇതൊക്കെ പറയണം, ഇതൊക്കെ നിങ്ങൾ പറയണം, ഒരു മടിയും കൂടാതെ പറയണം. എല്ലാം ചമ്മലാണ്, ഇതൊരു മടിയെന്ന് പറയും അല്ലേ, വെറുതെ മടിച്ചിരിക്കും. അറിയാം, എല്ലാം അറിയാമെങ്കിൽ പോലും പറയാറ് മടി. ആ മടി കാരണമാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാത്ത ആ മടി കാരണമാണ്. അത് മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ശത്രുക്കളാണ് മടി, പേടി, കാര്യങ്ങളൊക്കെ. ഇനി അടുത്താണ് ഇവിടെ കണ്ടോ, വാ വാ കൊള്ളാം പറയാറില്ലേ. വാ, എന്താ, വാ വാ അടിപൊളി, കൊള്ളാം എന്ന് പറയില്ല. അവിടെയാണ് എന്ന് പറയാ, എന്ന് പറയാം യെസ്, ക്യാ ബാത് ഹേ, ക്യാ ബാത് ഹേ. ആ എക്സ്പ്രഷൻ അങ്ങനെ വരണം, ക്യാ ബാത് ഹേ. എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് ഉണ്ടാക്കിയതാണ് വിചാരിക്കാം, അത് എടുത്തിട്ട് ക്യാ ബാത് ഹേ, ക്യാ ബാത് ഹേ. എക്സ്പ്രഷൻ അങ്ങനെ ആയിരിക്കണം. ആണ് അങ്ങനെ ക്യാ ബാത് ഹേ, അല്ലാതെ ക്യാ ബാത് ഹേ, ക്യാ ബാത് ഹേ. ഇവിടെ ക്യാ ബാത് ഹേ എന്നാണ് എന്താ പ്രശ്നം എന്നുള്ള ആ ഒരു ദേഷ്യമായി മാറി. ക്യാ ബാത് ഹേ, എന്താ പ്രശ്നം, ക്യാ ബാത് ഹേ. കൊള്ളാം, അടിപൊളി. ഉണ്ടോ ആ ഒരു മാറ്റം കണ്ടോ, എന്ത് മാറ്റം അല്ലേ. എക്സ്പ്രഷൻ മാറിയത് സെയിം അല്ലേ, വാക്യം സെയിം ആണ്, പക്ഷെ എക്സ്പ്രഷൻ മാറിയത് കൊണ്ട് കണ്ടോ വ്യത്യാസം കണ്ടോ, എന്ത് വ്യത്യാസം അല്ലേ. ക്യാ ബാത് ഹേ, ക്യാ ബാത് ഹേ, രണ്ടും രണ്ടായി. ഇനി അടുത്താണ് മതി എന്നാണ്. മതി എന്നുള്ളത് മതി. ഇപ്പോൾ ചോറ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, മതി ബസ്
ഇനി നിങ്ങൾ കല്യാണത്തിന് പോകില്ല, കല്യാണം ഒരു കല്യാണം വീട്ടിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ വരുമ്പോൾ ബസ് ബസ് എന്ന് പറഞ്ഞു നോക്കൂ ഹിന്ദിയിൽ. വെറുതെ പറയാ, കുഴപ്പമൊന്നുമില്ലല്ലോ, വെറുതെ പറഞ്ഞാൽ മതി ബസ് ബസ്. സത്യം പറയാമല്ലോ, ഞാൻ സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ എവിടെ പോകണമെങ്കിലും ഞാൻ ഹിന്ദി ആയിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷായിരിക്കും സംസാരിക്കാം. പ്രത്യേകിച്ച് ഞാൻ ഹിന്ദി, കാരണം ഹിന്ദി ഇപ്പോൾ കോമൺ അല്ലേ കേരളത്തിൽ, ഹിന്ദി വളരെ കോമൺ ആണ്. അപ്പോൾ ഞാൻ ഹിന്ദി മാക്സിമം സംസാരിക്കും, അവരോടൊക്കെ ഹിന്ദി സംസാരിക്കും. ഇപ്പോൾ ഒരു കല്യാണത്തിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ചോറിടില്ലേ, ബിരിയാണിക്ക് ഇടുമ്പോൾ വേറെ ബസ് 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 എന്ന് പറയും. അപ്പോൾ എടുത്തുള്ളവർ നോക്കൂ, ഇയാൾ ബംഗാളിറ്റോ ആണോ, ഹിന്ദിക്കാരാണോ? ഒരു കുഴപ്പമില്ല, ആളുകൾ എന്ത് പറഞ്ഞോട്ടെ, അതൊന്നും വിഷയമല്ല. ആളുകൾ എന്ത് പറഞ്ഞോട്ടെ, നമ്മൾ പറയും. ലാംഗ്വേജ് മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ പറയും, അത്രേ ഉള്ളൂ. അവിടെ ചമ്മൽ, പേടി, ആദ്യം ഇത് മറ്റേ അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കണം. എന്നിട്ട് അങ്ങനെ ഇറങ്ങണം, കളത്തിലേക്ക് ഇറങ്ങണം. മനസ്സിലായില്ലേ? അപ്പം എന്താണ് ബാസ് ബാസ് പറയാ, ഇന്ന് മുതൽ പറയാം, എല്ലാവരും പറയാം. ഹസ്ബൻഡ് ബസ് ബസ്, വൈഫിനോട് പറയാം ബസ് 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 പറഞ്ഞ ബസ് വരുന്നല്ല, ബസ് ബസ് പറഞ്ഞാൽ മതി 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 ബസ് 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 ബസ്. ഇനി അടുത്താണ് ഒരു മിനിറ്റ് ഇവിടെ ഉണ്ടോ, ഒരു മിനിറ്റ് ഏക് മിനിറ്റ് 2 തവണ പറഞ്ഞോളൂ. ഏക് മിനിറ്റ് അങ്ങനെ തന്നെ. ഇനി അടുത്താണ് ശ്രദ്ധയോടെ എന്ന് പറയുമ്പോൾ കണ്ടോ ധ്യാൻസ്. എന്താണ് ധ്യാൻസ്. ഓൾറെഡി നിങ്ങളുടെ സുഹൃത്ത് ഇങ്ങനെ പതുക്കെ നല്ല ശ്രദ്ധയോടെ ഇങ്ങനെ എടുക്കുകയാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ അപ്പോൾ വെറുതെ പ്രാക്ടീസ് ചെയ്യണ്ടേ, വെറുതെ പറയാ ധ്യാൻസ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഈ കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് എന്നും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ വേണമെങ്കിൽ 2-3 തവണ കണ്ടോളൂ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്ന കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, കാരണം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നോക്കാമല്ലോ. എടുത്തല്ലോ, എടുത്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ. आप सभी को मेरा बहुत बहुत धन्यवाद.